നമസ്കാരം. അമൃതാണ്. ഈ രാജ്കുമാർ ഹിറാനിയുടെ സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും നമ്മൾ കുട്ടിക്കാലം മുതൽ നമ്മുടെയൊക്കെ മനസ്സിൽ വരുന്ന ചില ആശയങ്ങൾ അല്ലെങ്കിൽ ചില സംശയങ്ങൾ ഇതെല്ലാം വളരെ ജെന്യുവിനായിട്ട് ആള് മൂവിയിൽ കൂടെ എക്സ്പ്രസ് ചെയ്യാം. അപ്പോൾ അതുകൊണ്ട് തന്നെ യൂഷ്വൽ ഹിന്ദി മൂവീസിൻ്റെ ഒരു ഫോമാറ്റിൽ നിന്ന് മാറി കോമഡിയും ഇമോഷൻസും എല്ലാം കൂടെ അങ്ങനെ ഒരു മിക്സ്ചറായിട്ട് അങ്ങനെ ബ്ലെൻഡ് ചെയ്തെടുക്കാൻ കഴിവുള്ളൊരു ഡയറക്ടറാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇദ്ദേഹം സിനിമ എടുക്കുന്നത് തന്നെ ഒരുപാട് നാള് പോയിരുന്ന് എനിക്ക് തോന്നുന്നു വർക്ക് ചെയ്യുമെന്ന് തോന്നുന്നു ഇതിന് വേണ്ടിയിട്ട്. സ്ക്രിപ്റ്റിൽ അദ്ദേഹം ഒരുപാട് വർക്ക് ചെയ്തിട്ടാണ് ഒരു സിനിമ ഫൈനലി സിനിമ കമ്മിറ്റ് ചെയ്യുന്നത് തന്നെ, അല്ലെങ്കിൽ സിനിമ സ്റ്റാർട്ട് ചെയ്തതിൻ്റെ ആ ഒരു പ്രോസസ്സ് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ തിരക്കഥയാണ് ഇദ്ദേഹത്തിൻ്റെ മെയിൻ. തിരക്കഥയുടെ പവറും തിരക്കഥയുടെ സ്ട്രെങ്ത്തുമാണ് ഇദ്ദേഹത്തിൻ്റെ മൂവീസിൻ്റെ ഒരു ഹൈലൈറ്റ് ആയിട്ട് എനിക്ക് തോന്നിയിട്ടുള്ളത്. അതിനപ്പുറത്തേക്ക് ടെക്നിക്കലി വലിയ സംഭവമൊന്നുമല്ല, എന്നാൽ ടെക്നിക്കലി സിനിമയ്ക്ക് ആവശ്യമുള്ള എല്ലാ തിരക്കഥ ജസ്റ്റിഫൈ ചെയ്യുന്നതിലായിരുന്നാലും നമ്മളെ വ്യൂവേഴ്സിനെ കൺവിൻസ് ചെയ്യുന്നതിലായിരുന്നാലും ഒക്കെ നല്ല രീതിയിൽ അതങ്ങനെ റെൻഡർ ചെയ്ത് മുന്നോട്ട് പോകും. അപ്പോൾ അതിൻ്റെ ഒരു ഏറ്റവും വലിയൊരു അഡ്വാൻറ്റേജ് ആയിട്ട് എനിക്ക് തോന്നി ഇദ്ദേഹം തന്നെയാണ് സ്ക്രീൻ പ്ലേ സ്ക്രിപ്റ്റ് റൈറ്റ് ചെയ്യുന്നതും അതുപോലെ ഡയറക്റ്റ് ചെയ്യുന്നതും പിന്നെ എഡിറ്റും കൂടെ ചെയ്യുന്നത്. അപ്പോൾ ഈ മൂന്ന് സംഭവം കൂടെ കയ്യിലുണ്ടെങ്കിൽ അതൊരു മാജിക് ബാൻഡാണ് ശരിക്കും പറഞ്ഞാൽ. പെർഫെക്ഷൻസ് ആ ക്രിയേറ്ററുടെ മനസ്സിൽ എന്തുണ്ടോ, സിനിമയായിട്ട് എന്തിരിക്കുന്നോ അതിനെ പെർഫെക്റ്റ് ആയിട്ട് ഔട്ട്പുട്ട് ചെയ്ത് കൊണ്ടുവരാൻ പറ്റും. അപ്പോൾ ഇത് എൻ്റെ ഒരു പെർസ്പെക്റ്റീവ് ഞാൻ ഷെയർ ചെയ്യുന്നതാണ്. പിന്നെ പല സിനിമകളിൽ നമ്മളത് കാണാറുള്ളതാണ്. ഇതെല്ലാം അറിയുന്ന ഒരു ഡയറക്ടർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അദ്ദേഹം ചെയ്യുന്നതെല്ലാം നല്ല കോംപ്ലക്സ് മൂവീസും ആയിരിക്കും, എന്നാൽ സോഷ്യലി റിലവൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കായിരിക്കും. അപ്പോൾ പെർഫെക്റ്റ് ആയിട്ട് ആളുകളിലോട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനും അതിന് കഴിയും. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഈ സിനിമയുടെ പ്രോസസ്സ് അങ്ങോട്ട് തുടങ്ങിയപ്പോൾ തന്നെ ഒരുപാട് പ്രതീക്ഷകളായിരുന്നു. നമ്മൾ PK-യിലും അതുപോലെ 3 Idiots-ലും ഒക്കെ കണ്ട പോലെ അടുത്ത എന്തോ ഒരു നല്ല സോഷ്യൽ മെസ്സേജ് ഇതിനകത്ത് വരുന്നുണ്ട്. ശരിക്കും ഞാൻ ഇതിനെ ഒരു ഫോഴ്സ് ചെയ്തിരുന്നു, ഇങ്ങനെ ആയിരിക്കുമോ എന്നുള്ളൊരു സംശയം തോന്നിയിരുന്നു. കാരണം ഈ സിനിമയുടെ പ്രൊഡക്ഷൻ നടന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് തന്നെ നമ്മുടെ ദുൽഖർ സൽമാന്റെ CIA എന്ന് പറയുന്ന മൂവിയുടെ അതേ ഒരു സ്ക്രിപ്റ്റിംഗ് ആണെന്ന്, അല്ലെങ്കിൽ അത് തന്നെ റീമേക്ക് ആണെന്നൊക്കെ കുറേ റൂമേഴ്സൊക്കെ വന്നിരുന്നു. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ ഒരു ഇമാജിനേഷൻ വെച്ചിട്ട് ഇദ്ദേഹം അത് റെൻഡർ ചെയ്ത് കഴിഞ്ഞാൽ കുറച്ചും കൂടെ വേറൊരു സ്കെയിലിലോട്ട് അതിനെ ലിഫ്റ്റ് ചെയ്യാൻ കഴിയുമെന്നുള്ളൊരു ബോധം കൂടെ നമുക്കുണ്ടായിരുന്നു. അപ്പോൾ ഞാനും ഏകദേശം മനസ്സിൽ കണ്ടിരുന്നു, നമ്മുടെയൊക്കെ മനസ്സിലുള്ളൊരു, അതായത് ഈ ലോകത്ത് ഒരു ബാരിയേഴ്സും ഇല്ലാതെ ഇങ്ങനെ ഒരൊറ്റ രാജ്യമായിട്ടായിരുന്നുവെങ്കിൽ അതൊരു ഡ്രീമാണ് സത്യത്തിൽ. പക്ഷേ ഒരിക്കലും അത് ഇൻറ്റു ആക്ഷനിൽ നടക്കാൻ പോസിബിലിറ്റി ഉള്ളൊരു കാര്യമല്ല. കാരണം ഓരോ മണ്ണിലും അധിനിവേശ ശക്തികളും കടന്നാക്രമണങ്ങളും ഒക്കെ വന്നതിൻ്റെ ഫലമായിട്ടാണ്. പക്ഷെ നമ്മുടെയൊക്കെ പൂർവികർ ആ ഒരു ദീർഘവീക്ഷണം അവരുടെ ലിറ്ററേച്ചേഴ്സിലൊക്കെ കുറിച്ചിട്ടിട്ടുണ്ട്. അപ്പോൾ യാതും ഊരേ യാവരും കേളിർ എന്നുള്ള തമിഴ് ആ ഒരു പോയം എടുത്താലും, അതുപോലെ ലോക സമസ്ത സുഖിനോഭവം, ലോകത്തുള്ള എല്ലാവരുടെയും നന്മയ്ക്കായി പ്രാർത്ഥിച്ച ഒരു ആൻസെസ്ട്രൽ ഹിസ്റ്ററി നമുക്കുണ്ട് ഓൾറെഡി. അപ്പോൾ അതൊക്കെ കൊണ്ട് തന്നെ ആ ഒരു വിശാലമായ ചിന്താഗതി ഒരിക്കലും നടക്കാത്ത സ്വപ്നമാണെങ്കിൽ പോലും അതൊരു സ്വപ്നമായിട്ട് നമുക്ക് എപ്പോഴും നമ്മുടെ മനസ്സിലുള്ളതാണ്. ഇത് രാജ്കുമാർ ഹിറാനിയെ പോലെ ഒരു സംവിധായകൻ അതിനെ വിഷ്വലി ട്രീറ്റ് ചെയ്യുമ്പോഴത്തേക്ക് ഒത്തിരി ഹയർ എക്സ്പെക്റ്റേഷൻസ് ആണ്. എനിക്ക് തോന്നുന്നു ഇതിനകത്തൊരു മിസ്കാസ്റ്റിംഗ് ഉണ്ടോ എന്ന് സംശയമുണ്ട്. ഇത് എൻ്റെ മാത്രം പേഴ്സണൽ ഒപ്പീനിയനാണ്. ഷാറുഖ് ഖാൻ എന്ന് പറയുന്ന നടന് ഒരുപാട് കാലിബർ ഉണ്ട്, അദ്ദേഹത്തിൻ്റെതായിട്ടുള്ള കുറേ സ്കിൽസൊക്കെ ഉണ്ടെങ്കിൽ പോലും ഈ ഒരു കഥാപാത്രത്തിന് അദ്ദേഹം എക്സിക്യൂട്ട് ചെയ്തിരിക്കുന്നതിൽ എന്തൊക്കെയോ പാകപ്പിഴകൾ എനിക്ക് ഫീൽ ചെയ്തു. ഒന്ന്, നമ്മൾ രാജ്കുമാർ ഹിറാനിയും ആമിർ ഖാനുമായിട്ടുള്ളൊരു സിങ്ക്രണൈസേഷൻ നമ്മളെല്ലാ മൂവീസിലും അത് ശരിക്കും ആസ്വദിച്ചിട്ടുള്ളതാണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴത്തേക്ക് ശരിക്കും ഇതിനകത്ത് ആമിർ ഖാനെയാണ് ഇതിനകത്ത് കാസ്റ്റ് ചെയ്തിരുന്നെങ്കിൽ വേറെ ലെവലിൽ ഈ സിനിമയെ എത്തിക്കുമെന്ന് കണ്ടുകൊണ്ടിരുന്നപ്പോൾ ഫീൽ ചെയ്തു. പിന്നെ അത് മാത്രമല്ല, ആമിർ ഖാൻ അങ്ങനെ അഭിനയിച്ച് 2 സിനിമകൾ എടുത്താലും, 3 Idiots എടുത്താലും അതുപോലെ PK എടുത്താലും, അതിനകത്ത് കൂടെ ഉള്ള സപ്പോർട്ടിങ് ആക്ടേഴ്സായിട്ട് വന്നവരെല്ലാം അവരും ഒന്നിനൊന്ന് മെച്ചമായിട്ടുള്ള ആക്ടേഴ്സാണ്. പക്ഷേ ഈ സിനിമയ്ക്കകത്ത് ഈ സപ്പോർട്ടിംഗ് ആയിട്ട് വന്ന 4 പേരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഓഫാണ്. അവരാരും മോശക്കാരാണെന്ന് ഞാൻ പറയല്ല, പക്ഷെ എങ്കിലും ആ ഒരു മെയിൻ കോർ ക്യാരക്ടറും ഇവരുമായിട്ടൊക്കെ ഉള്ള ഒരു സിങ്കും എല്ലാം കൂടെ ഒന്ന് എവിടെയൊക്കെ ഭയങ്കരമായിട്ട് ഓഫായിട്ട് എനിക്ക് ഫീൽ ചെയ്തു. ഫുഡ് എടുക്കാൻ. പിന്നെ വിക്കി കൗശലുണ്ട്, പക്ഷെ വിക്കി കൗശലിന്റെ ക്യാരക്ടറും ഒരു വലിയ ഡെപ്ത് ഉള്ളൊരു കഥാപാത്രം ആക്കാൻ എങ്ങനെ ശ്രമിക്കുവാണ്. പക്ഷെ അതങ്ങനെ അങ്ങ് എന്തൊക്കെയോ അതിലും കുറെ അപാകതകൾ എനിക്ക് ഫീൽ ചെയ്തു. സത്യത്തിലൊരു നല്ല തിരക്കഥയാണ്, നല്ലൊരു കോൺസെപ്റ്റാണ്, നല്ല കണ്ടന്റ് ഉണ്ട്. പക്ഷെ അതിനെ എവിടെയൊക്കെയോ അതങ്ങോട്ട് ബ്ലെൻഡ് ചെയ്ത് എടുത്തപ്പോഴത്തേക്കും അത് പ്രോപ്പർ ആയില്ല, അല്ലെങ്കിൽ ആ ഒരു രാജ്കുമാർ ഹിറാനി എഫക്റ്റ് ആ സിനിമയ്ക്കകത്ത്
കിട്ടിയിട്ടില്ല എന്നുള്ളതാണ് എനിക്ക് ഫീൽ ചെയ്തത്. എന്ന് വെച്ചിട്ട് തീരെ മോശം ഒരു സിനിമയായിട്ട് ഞാൻ പറയല്ല, എന്തോ എനിക്ക് ഈ സിനിമ അത്രത്തോളം വർക്കായില്ല. പിന്നെ ടെക്നിക്കലി നോക്കിക്കഴിഞ്ഞാൽ ബോർഡേഴ്സ് ഒക്കെ ക്രോസ് ചെയ്ത് പോകുന്ന സംഭവങ്ങളൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ പ്രോബ്ലംസും ഒക്കെ ഇതിനകത്ത് പോർട്രേ ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും അതും ഒക്കെ അങ്ങ് ഉദ്ദേശിച്ച രീതിയിൽ അങ്ങ് വർക്ക് ആവുന്നില്ല. പിന്നെ ആ ഒരു ടെമ്പോ മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടി ഒന്ന് സ്പീഡപ്പ് ആക്കുമ്പോഴത്തേക്ക് നമുക്ക് അതിൻ്റെയൊക്കെ ഒരു വ്യാപ്തി അങ്ങ് നഷ്ടപ്പെട്ടു പോകുന്നുണ്ട്. അതായത് ബോർഡേഴ്സ് ക്രോസ് ചെയ്ത് പോകുമ്പോൾ ഇവർ അനുഭവിക്കുന്ന ചില സംഭവ വികാസങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ആ സന്ദർഭങ്ങളിൽ ആ ഒരു ഡെപ്തും അതെല്ലാം അങ്ങ് ഉദ്ദേശിച്ച ലെവലിൽ അത് കിട്ടാത്തത് പോലെ തോന്നി. അപ്പോൾ അങ്ങനെ ഒരുപാട് ചേർച്ചക്കുറവുകളും പ്രശ്നങ്ങളും ഒക്കെ വന്നപ്പോഴത്തേക്ക് ഇതാരുടെ ഉണ്ടങ്ങ് നോക്കി. അപ്പം അങ്ങനെ എല്ലാ സീൻ ബൈ സീൻ അങ്ങനെ ഒരുപാട് ഇംപെർഫെക്ഷൻസ് ഫീൽ ചെയ്തുകൊണ്ട് തന്നെ ഈ സിനിമയിലൂടെ കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ ഉദ്ദേശിച്ച ആ ഒരു വലിയ ആശയത്തിന് അതും അങ്ങ് എവിടെയൊക്കെ കൈവിട്ട് പോയ കണക്ക് തോന്നി. എങ്കിലും ഞാൻ അങ്ങനെ പറഞ്ഞ് തീരെ മോശമായിട്ടുള്ളൊരു സിനിമയായിട്ട് പറയല്ല, ഇതിൽ നിന്നൊക്കെ വലുത് പ്രതീക്ഷിച്ചു, അതുകൊണ്ടുള്ളൊരു നിരാശയാണ്. സിനിമ നല്ലൊരു ആശയമാണ് ഡിസ്കസ് ചെയ്തത്. ഒരുപാട് നല്ല നല്ല ആശയമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരുപാട് അതിനെ ജസ്റ്റിഫൈ ചെയ്യുന്ന രീതിയിലുള്ള ഒരുപാട് നല്ല ഡയലോഗ്സും കാര്യങ്ങളൊക്കെ സിനിമയിലുണ്ട്. തുടക്കം മുതൽ അവസാനം വരെ ഒരു സസ്പെൻസ് അങ്ങനെ കൊണ്ടുപോകുന്നുണ്ട്. പക്ഷെ അത് നമുക്ക് ഏതാണ്ട് ഹാഫൊക്കെ എത്തുമ്പോൾ തന്നെ നമുക്കത് മനസ്സിലാവുന്നുണ്ട് ഇങ്ങനെയാണ് എൻഡ് ചെയ്യാൻ പോകണമെന്നുള്ളത്. അപ്പോൾ സിനിമ ഫിനിഷ് ചെയ്യുന്നത് ടിൽ കൊണ്ടുവന്ന് എൻഡിൽ ഫിനിഷ് ചെയ്യിപ്പിക്കുകയാണ്. അപ്പോൾ അതും കുറച്ചൊരു ഡിസപ്പോയിൻമെൻറ്റ് ഫീൽ ചെയ്തു. അത് ഭയങ്കര ഒരു ഇമോഷണൽ സ്റ്റേറ്റ്മെൻറ്റും ഒക്കെ ആയിരുന്നു. പക്ഷേ എങ്കിലും അത് കുറച്ച് ഡിസപ്പോയിൻറ്റിംഗ് ആയിട്ടാണ് എനിക്ക് തോന്നിയത്. കുറച്ചും കൂടെ നല്ല രീതിയിൽ കൊണ്ടുപോയി എൻഡ് ചെയ്യിപ്പിക്കാമായിരുന്നെന്ന് തോന്നി. പിന്നെ ഇതിലെ പാട്ടുകൾ ചിത്രീകരിക്കുന്ന രീതി, അത് ആ ലുട്ടുപുട്ട് ഗയ എന്നുള്ള ആ ഒരു പാട്ട് മാത്രം ഭയങ്കര കളർഫുള്ളായിട്ടുണ്ട്. പിന്നെ ബാക്കിയുള്ള പാട്ടുകളൊക്കെ യൂഷ്വലി രാജ്കുമാർ ഹിറാനിയിൽ കാണുന്ന ഒരു രീതിയിൽ. മറ്റേതെന്ന് പറഞ്ഞാൽ നമ്മൾ സിനിമ കണ്ടിറങ്ങി പിന്നെ പോയി നമ്മൾ യൂട്യൂബിൽ ആ പാട്ടുകൾ ഇങ്ങനെ ഇട്ട് കേൾക്കും, വീഡിയോ കാണും, അതൊരു രസമാണ്. ആ നിലയിൽ അത്രത്തോളം ഒന്നും ഇതിലത്ര വർക്കായില്ല. ഇദ്ദേഹത്തിൻ്റെ ഒരു സിനിമ ഇനി കിട്ടണമെന്നുണ്ടെങ്കിൽ ഇനി ഒരുപാട് കാലം കാത്തിരിക്കേണ്ടി വരും. കാരണം അത്രയ്ക്ക് സ്ക്രിപ്റ്റിലൊക്കെ ഒരുപാട് വർക്ക് ചെയ്ത്, ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഒരുപാട് എഫേർട്ട് ഇടുന്ന ഒരു ഡയറക്ടറാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇനി വരാനുള്ള എങ്കിലും ഒരു പ്രോജക്റ്റും കൂടെ അപ്കമിങ് ആണ്. അപ്പോൾ അതിൽ നമുക്ക് കുറച്ചും കൂടെ കൂടുതൽ എക്സ്പെക്റ്റ് ചെയ്യാമെന്ന് എനിക്ക് തോന്നുന്നു. ഫ്രം ദ ബിഗിനിങ് ടിൽ ദ എൻഡ് എൻ്റർടൈൻമെൻ്റ് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ഒരു ഔട്ട് ഓഫ് 10 എനിക്കൊരു 7 റേറ്റ് ചെയ്യുന്നു IMDbയിൽ. അപ്പോൾ എന്തായാലും നമുക്ക് അടുത്തതിന് സലാർ കാണണം. സലാർ കണ്ടിട്ട് സലാറിൻ്റെ വിശേഷമായിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് താങ്ക് യു ഫോർ സപ്പോർട്ടിങ് മീ.